അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു രോഗാതുരത്തിലായി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അപ്പോഴാണ് കൂടെയുള്ള അനുചരരോട് തൻ്റെ പ്രായമുള്ള അയൽവാസി തീ ആരാധകനായ മജൂസിയായ അയൽവാസിയെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുന്നത്. മജൂസിയായ ആരാധകൻ അയൽവാസി അവിടത്തേക്കെത്തി. നിങ്ങൾ വിളിച്ചത് എന്താണ് എന്ന് ചോദിച്ചു. മറുപടി, നിങ്ങൾ എൻ്റെ വീട്ടിലെ ഞാൻ ഈ കിടക്കുന്ന റൂമിൻ്റെ അപ്പുറത്തെ റൂമിലൊന്ന് പോയി നോക്കണം, എന്നിട്ട് തിരിച്ചു വരൂ, നമുക്ക് അപ്പോൾ സംസാരിക്കാം. ആ റൂമിൽ കണ്ടത് വലിയൊരു തളിക. അതിൽ നിറയെ വേസ്റ്റുകളാണ്. വെറും വേസ്റ്റല്ല, ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേസ്റ്റുകൾ. കണ്ടതിൽ അനിതര സാധാരണത്വം തോന്നാത്ത മജൂസിയായ അയൽവാസി സഹല് തങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ചോദിച്ചു, അതെന്താണ്? അത് നമ്മളേറെക്കുറെ 10 കൊല്ലമായി അയൽപക്ക ബന്ധം തുടരുന്നു. ഇത്രയും നീണ്ട കാലം നിൻ്റെ വീട്ടിലെ ടോയ്ലറ്റിലെ പൈപ്പും മതിലും പൊട്ടിയിട്ട് അവിടെ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന വെള്ളവും വേസ്റ്റും എൻ്റെ വീട്ടിലേക്കാണ്, ഈ റൂമിലേക്കാണ് ഒഴുകാറ്, വരാറ്. ഈ നീണ്ട 10 കൊല്ലം ഒരു പാത്രം വെച്ച് എൻ്റെ വീട്ടിലത് പരക്കാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കാറുണ്ട്. എല്ലാ രാത്രിയിലും അതെടുത്ത് ഒഴിവാക്കുകയും എല്ലാ രാവിലെയും എല്ലാ പ്രഭാതത്തിലും ആ പാത്രം അവിടെ വെക്കുകയും ചെയ്യാറാണ് നമ്മുടെ പതിവ്. ഇതെന്താണ് ഇത്രയും കൊല്ലമായിട്ടും നിങ്ങൾ നമ്മെ അറിയിക്കാതിരുന്നത്? അത് വേണ്ട, എന്നെ കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്കൊരു തരം അസ്വസ്ഥതയും വേദനയും ഉണ്ടാകുമല്ലോ എന്നെ കൊണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം, ഞാൻ മരണരോഗത്തിലാണ്. ഇനി എൻ്റെ അനന്തരാവകാശികളാണ് ഈ വീട്ടിൽ താമസിക്കാറ്. ഇനി അവർ വേറെ ആർക്കെങ്കിലും വിൽപ്പന നടത്തിയാൽ അവർക്കിത് താങ്ങാൻ കഴിയണം എന്നില്ല. അപ്പോൾ എൻ്റെ മരണശേഷം എൻ്റെ അയൽപക്കക്കാരൻ ബുദ്ധിമുട്ടിലാവുമല്ലോ എന്ന് കരുതി ഇപ്പോൾ പറഞ്ഞതാണ്. അയാൾ കരഞ്ഞുപോയി. കൈ നീട്ടി ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഇമാം യാഫിഈ അവിടുത്തെ അത്തറഗീബ് വത്തർഹീബിൽ പറയണത്. ഇതാണ് മുസ്ലിമിൻ്റെ ജീവിതം. അവരാണ് ഇസ്ലാമിനെ ലോകത്ത് പ്രകാശിപ്പിച്ചവർ. എന്താണ് ഇസ്ലാം? ആരാണ് മുസ്ലിം? ഇസ്ലാം നമുക്ക് നൽകുന്ന ആശയം എന്താണ്? ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു റബ്ബുർ റഹ്മത്താണ്, കരുണയുടെ റബ്ബാണ്. ആ ദീൻ ഇവിടെ കൊണ്ടുവന്നത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി നബിയുർ റഹ്മ, കരുണയുടെ നബിയാണ്. കൊണ്ടുവരാൻ, പ്രചരണം നടത്താൻ ഉപയോഗിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ആ ഗ്രന്ഥം കിതാബുർ റഹ്മ, കരുണയുടെ ഗ്രന്ഥമാണ്. കൊണ്ടുവന്ന ദീൻ ഇസ്ലാമാണ്. ആ ദീനിനെ ദീനുർ റഹ്മ, കരുണയുടെ മതമാണ്.
നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. അതേ ഖുർആനിൽ തന്നെ 114 ബിസ്മിയും ഉണ്ട്. ഒന്നിലില്ലാത്തതിന് പകരം മറ്റൊന്നിൽ 2 ആഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ബിസ്മിയുടെ എണ്ണം 114. ഖുർആനിലെ ആദ്യത്തെ ആയത്ത് ബിസ്മി കൊണ്ട് തുടങ്ങുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർത്ഥം, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന റബ്ബിൻ്റെ പേരിൽ ആരംഭിക്കുന്നു. എന്തൊരു സൗന്ദര്യം! ഒന്നുകൂടി, ഏത് ചെറിയ നന്മയും സ്വീകരിക്കുന്ന, ഏത് വലിയ തെറ്റും പൊറുക്കുന്ന റബ്ബിൻ്റെ പേരിലാണ് തുടങ്ങുന്നത് ഖുർആനിൻ്റെ ആദ്യത്തെ ആയത്ത്. ഒരു മുസ്ലിം നിർബന്ധമായും നിർവഹിക്കേണ്ട നിസ്കാരം 5 വക്ത് നിസ്കാരമാണ്. ഈ 5 വക്ത് നിസ്കാരത്തിൽ 17 റക്അത്തുകളാണ് ഉള്ളത്. ഈ റക്അത്തുകളിലെല്ലാം ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ അപാര കരുണ അറിയിക്കുന്ന റഹ്മാൻ, റഹീം എന്നീ പ്രയോഗങ്ങൾ 4 വട്ടം ഉണ്ട്. 1 ബിസ്മിയിൽ, 2 അൽഹംദുലില്ല കഴിഞ്ഞിട്ടുള്ള ആയത്താകുന്ന അർ റഹ്മാനിർ റഹീം. ചുരുക്കത്തിൽ ഓരോ മുസ്ലിമും ഡെയിലി 68 തവണ കരുണയുടെ അങ്ങേ അറ്റത്തെ 2 പ്രയോഗങ്ങൾ നടത്തിയിട്ടാവണം ജീവിതത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. സുന്നത്ത് നിസ്കരിക്കണം എന്ന പ്രോത്സാഹനം ഉണ്ട് എന്ന പ്രോത്സാഹനം ഉണ്ട് എന്നുള്ളത് നമുക്ക് മറന്നു പോകാനുള്ളതല്ല. നിർബന്ധമായും ഓരോ ദിവസവും 68 തവണ റഹ്മാൻ, റഹീം ഈ 2 പ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് മുസ്ലിം പ്രഭാതം കഴിഞ്ഞ് പ്രദോഷത്തിലേക്ക് എത്തുന്നത്. എന്തിനാണ് ഇങ്ങനെ കൂടെ കൂടെ ഈ 2 പ്രയോഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വിശുദ്ധ ഹദീസിൽ കാണാം. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. മൻഅഹ്സാഹ ദഖലൽ ജന്ന. അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കും. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരുകളെ ഉൾക്കൊള്ളുക? റഹ്മാൻ, റഹീം എന്നീ പ്രയോഗങ്ങൾ അയ്യതഖല്ലക ബി അഖ്ലാഖി റബ്ബിഹി. തൻ്റെ റബ്ബ് കാരുണ്യവാനായതുപോലെ നീയും കരുണയുള്ളവനാവണം. ഇതാണ് മൻഅഹ്സാഹ ദഖലൽ ജന്ന എന്ന് പറയുന്നതിൻ്റെ താല്പര്യമെന്ന് ഇബ്നു ബത്വാൽ റഹിമഹുല്ല ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതുമ്പോൾ കുറിച്ചു വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹു കാരുണ്യവാനാണ്, കരുണയുള്ളവനാണ് എന്ന് ഓതി തീർക്കാനും പറഞ്ഞു പോകാനും അർത്ഥം വെക്കാനും ഉള്ളതല്ല. മറിച്ച് അത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മഹനീയമായ ആശയങ്ങളാണ്. അള്ളാഹുവിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, വറഹ്മത്തി വസിഅത് കുല്ല ഷൈഇൻ. ലോകമെമ്പാടുമുള്ള എല്ലാത്തിലും എൻ്റെ കരുണ എത്തിയിട്ടുണ്ട്. അള്ളാഹു അയച്ച മുത്തുനബിയെ കുറിച്ച് അള്ളാഹുവിന് തന്നെ പറയാനുള്ളത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കരുണയാണ് നബിയെ, തങ്ങൾ കരുണയാണ്. അപ്പോൾ ഒരു മുസ്ലിം ജീവിതം എങ്ങനെ രൂപപ്പെടുത്തണം? അള്ളാഹു റഹ്മാനാണ്, മുത്തുനബി റഹ്മത്തുള്ള നേതാവാണ്, മുത്തുനബി റഊഫാണ്, റഹീമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഊഫത്തും കേൾക്കുന്ന, പഠിക്കുന്നയാൾ അള്ളാഹുവിനെയും മുത്തുനബിയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയ്യതഖല്ലക ബി അഖ്ലാഖി റബ്ബിഹി വബിനബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മഹബത്തുള്ളവർക്ക് കരുണയുണ്ടാവണം എന്ന് തദ്കിറത്തുൽ മുഹിബ്ബീൻ വിശദീകരിക്കുന്നുണ്ട്. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശങ്ങളിൽ എല്ലായ്പ്പോഴും കൊണ്ടുവരുന്ന ആശയങ്ങൾ നിങ്ങൾ
സ്ത്രീകളോട് കരുണ കാണിക്കണം, കുട്ടികളോട് കരുണ കാണിക്കണം, അയൽവാസിയോട് കരുണ കാണിക്കണം, ദുർബലരോട് കരുണ കാണിക്കണം, അവശത അനുഭവിക്കുന്നവരോട് കരുണ കാണിക്കണം, വിധവകളോട് കരുണ കാണിക്കണം, അനാഥകളോട് കരുണ കാണിക്കണം, മണ്ണിനോട്, വൃക്ഷത്തോട്, സർവവസ്തുക്കളോടും നിങ്ങൾ കരുണയുള്ളവരാവണം. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. നബിയുർ റഹ്മയായ മുത്തുനബി റബ്ബുർ റഹ്മയായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണയുള്ളവർക്കാണ് കരുണ ലഭിക്കുന്നത്. ഇർഹമു മൻ ഫിൽ അർദ്. ഭൂലോകത്തുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, എങ്കിൽ യർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇതാണ് ഇസ്ലാം. മല്ലം യർഹം ലാ യുർഹം. കരുണയില്ലാത്തവന് അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് ഏതു കാലത്താണ് പറയണത്? കുട്ടികളെ താലോലിക്കലും സ്ത്രീകളോട് കരുണ കാണിക്കലും അപമാനത്തിൻ്റെ ചിത്രങ്ങളായി കാണുന്ന ഡാർക്ക് ഏജ് കാലത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നത്. ആ കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിവരണമാണ് അഖറഉ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടിയെ ചുംബിച്ച സമയത്ത് അഖറഉ പറയുന്നുണ്ട്, എനിക്ക് 10 മക്കളുണ്ട്, ഒരൊറ്റെണ്ണത്തിന് ഇതുവരെ ചുംബിച്ചിട്ടില്ല. നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചറില്ല എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തോടെയാണ് അവർ പറയണത്. കുട്ടികളെ ചുംബിക്കാനോ? അയ്യയ്യേ. ആ കാലത്തെ നിബിധങ്ങൾ തിരുത്തുന്നത് കരുണയില്ലാത്തവന് കരുണ ലഭിക്കില്ല. നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ഊരിയെടുത്തതിന്, നിന്റെ ഹൃദയത്തിൽ കരുണ ഇല്ലാതെ പോയതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ എന്ന് വളരെ കൃത്യമായി തിരുത്തി കൊടുക്കുന്നുണ്ട്. അന വഖാഫിലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരം. ഈ 2 വിരലിൻ്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് ലോകത്തെ മുഴുവൻ അനാഥകളെയും ഏറ്റെടുക്കാൻ തകാഫുൽ പദ്ധതികളുമായി പ്രമാണിമാർ മുന്നോട്ട് വരുന്നത്. ഫലസ്തീനിൽ നിന്ന് ഉയർന്നു വന്ന വത്തക്കയുടെ ചിത്രത്തിന് അർത്ഥതലങ്ങളുണ്ടെങ്കിൽ ഈ 2 വിരലുകളുടെ ഉയർത്തിപ്പിടിക്കലിൻ്റെ ശക്തിയെ നിങ്ങളൊന്ന് വ്യാഖ്യാനം ചെയ്തു നോക്കൂ. ഈ 2 വിരലുകളുടെ ശക്തി. ലഹു വലിയ ഗൈരിഹി. സ്വന്തം അനാഥ കുഞ്ഞിനെ സംരക്ഷിച്ചാലും അവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പ്രയോഗിക്കുന്നത് മരിച്ചുപോയ കുട്ടി, മരിച്ചുപോയ വാപ്പ, ആ വാപ്പയുടെ കുട്ടിയുടെ ഉമ്മക്കുള്ളൊരു ഓഫർ കൂടിയാണ്. ആ ഉമ്മക്കും കൂടിയാണ് ഓഫർ. ആ ഉമ്മയെ നിഷേധിച്ചുകൊണ്ടല്ല ഈ ഹദീസ് പറയണത്. സ്വന്തം അനാഥ കുഞ്ഞിനെ സംരക്ഷിച്ചാലും വലിയ ഗൈരിഹി, വേറൊരാളുടെ അനാഥ കുഞ്ഞിനെ സംരക്ഷിച്ചാലും അന വഖാഫിലിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. ഈ ഉയർത്തിപ്പിടിക്കലിന് എത്രമാത്രം പ്രതിഫലനങ്ങളാണ് ലോകത്തിൻ്റെ ദിഗന്ധങ്ങളിൽ ഉണ്ടായത്. ഖൈറു ബൈത്തിൻ ഫിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ പാർക്കുന്ന വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതാണ്? ബൈത്തുൻ ഫീഹി യതീമുൻ യുഹ്സനു ഇലൈഹി. ആ വീട്ടിൽ ഒരു യതീം കുട്ടിയുണ്ട്, അനാഥയായ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടാണ് ഏറ്റവും മനോഹരമായ വീടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഓരോന്നിങ്ങനെ മെല്ലെ മെല്ലെ എണ്ണി പറയുകയാണെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്തു പിടിക്കുന്നവർക്ക് ഇസ്ലാം നൽകുന്ന ഓഫർ ഒന്ന് വായിച്ചു നോക്കാം. മൻ ആഗാസ മൽഗൂഫൻ. പ്രയാസം അനുഭവിക്കുന്നയാളെ ഒരാൾ സഹായിച്ചാൽ കതബല്ലാഹു ലഹു 73 മഗ്ഫിറ. 73 സമ്മാനങ്ങളാണ് അയാൾക്ക് നൽകുന്നത്. വാഹിദത്തുൻ ഫിഹ, ഫസ്റ്റ് ഓഫ് ഓൾ, അതിൽ ഒന്നാമത്തത് അല്ലെങ്കിൽ അതിലെ ഒന്ന് സ്വലാഹു അംരിഹി കുല്ലിഹ, അയാളുടെ ജീവിതം മുഴുവനും നന്നാക്കും. അയാളുടെ യാത്ര, അയാളുടെ വീട്, അയാളുടെ കുടുംബം, അയാളുടെ മക്കൾ, അയാളുടെ ജോലി, അയാളുടെ എല്ലാം നന്നാക്കുമാറാണ് അതിലെ ഒന്ന്. ബാക്കി 72 അത് പരലോകത്ത് വെച്ച് കാണാം. സ്വർഗീയ ഓഫറുകൾ വേറെ വരാനുണ്ട്.
ഒരാളെ സംരക്ഷിച്ചാൽ, നിങ്ങൾ നോക്കൂ, സാന്ത്വനത്തിൻ്റെ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവരോടുകൂടിയാണ് ഈ വർത്തമാനം. അങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാനാണ് നമ്മളോട് ഇസ്ലാം പറയുന്നത്. മനുഷ്യൻ ഒരു ജീവിയാണ്. ആ ജീവിക്ക് മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് അൽ ഇൻസാൻ ആയി മാറുന്നത്. ആ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് മൃഗീയതയിലേക്ക് നീങ്ങുന്നത്. അറ്റുപോയ കൈ, ആ കൈവിരലുകൾക്കിടയിലെ മോതിരം മോഷ്ടിക്കാൻ വിചാരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കിട്ടിയ 50 പവൻ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള വ്യഗ്രതയുള്ളവരും ഉണ്ട്. മനുഷ്യരുമുണ്ട്, മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുണ്ട്. വയനാട്ടിലെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചാനലുകാരെയും നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട്. ഇസ്ലാം വീണ്ടും പറയുന്നു, ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, മൻ ഖളാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ, ഒരാളുടെ ആവശ്യം നമ്മൾ നിർവഹിച്ചു കൊടുത്താൽ, യുരീദു അൻ യുസിറഹു ബിഹാ, ഈ ആവശ്യ നിർവഹണം കൊണ്ട് ആ പാവത്തിന് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടി ഇയാൾ കരുതുന്നുണ്ട് എങ്കിൽ ഫഖദ് സർറനി, അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത്. വമൻ സർറനി, ഒരാൾ എന്നെ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സർറല്ലാഹ്, അള്ളാഹുവിനെ ഒരാൾ തൃപ്തിപ്പെടുത്തിയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനുള്ളതല്ലേ സ്വർഗം. മുസ്ലിമിന്റെ ജീവിതം അപരനു വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഹദീസുകൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ മുസ്ലിം അല്ല, മുഅ്മിനല്ല എന്ന് പറയുന്നത് എന്തിനാണ്? അപരനു വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരാളുടെ ഈമാനാവുന്നത്. തൻ്റെ അയൽവാസി രോഗിയായി, രോഗം മൂർച്ഛിച്ചു, അയാൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ല, ആംബുലൻസ് വിളിക്കാനുള്ള ക്യാഷില്ല. അതിൻ്റെ പേരിൽ അയാളുടെ രോഗം വർദ്ധിക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ നമ്മൾ കുറ്റക്കാരാവുന്നു. ഇനി പറയാൻ പോകുന്ന ഞൊണ്ട് ന്യായങ്ങളൊന്നും ഇസ്ലാം പരിഗണിക്കില്ല. എനിക്കറിയില്ലായിരുന്നു, അത്രമേൽ രോഗം വർദ്ധിച്ചത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ കുറച്ച് ദിവസമായി കോണ്ടാക്ട് ചെയ്തിട്ട്, ഈ ന്യായങ്ങളൊന്നും ഇസ്ലാം അംഗീകരിക്കില്ല. അറിയില്ല എന്ന വാദം ചവറ്റുകൊട്ടയിലേക്ക് എറിയും. നിന്റെ അയൽവാസിയുടെ രോദനം നീ അറിയില്ലെങ്കിൽ നീ എന്ത് മുഅ്മിൻ, നീ എന്ത് മുസ്ലിം, നിനക്കെന്ത് ഇസ്ലാം? അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ എന്ന ഗ്രന്ഥം ചോദിക്കുന്നുണ്ട്. ഇനി കുട്ടികളോട്, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല, അവന് നമ്മുടെ മെമ്പർഷിപ്പ് ഇല്ല. 6 കുട്ടികൾ മുത്തുനബിയുടെ മടിത്തട്ടിയിൽ ഇരുന്നിട്ട് കുട്ടികൾ മൂത്രമൊഴിച്ച കഥകൾ ചരിത്രത്തിലുണ്ട്. കുട്ടികളെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ശീലം ആരംഭിച്ചത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളെ ഷോൾഡറിൽ കയറ്റിയും കുട്ടികരഞ്ഞതിൻ്റെ പേരിൽ നിസ്കാരം ദീർഘിപ്പിക്കണമെന്ന് കരുതിയ നിസ്കാരത്തെ ഷോർട്ടാക്കിയതും, നിസ്കാരത്തിൽ പോലും കുട്ടിയെ ഷോൾഡറിൽ കയറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയതും ചരിത്രത്തിൽ നിന്ന് വായിക്കേണ്ടതാണ്. 3 പെൺകുട്ടികളെ നിങ്ങൾ സംരക്ഷിച്ചാൽ, അവരോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തരും. ഏത് കാലം? ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലം. ഭാര്യ ഗർഭിണിയായാൽ തന്നെ കുഴിയെടുത്തു വെക്കും ജാഹിലിയ കാലത്ത്. ആ ഡാർക്ക് ഏജിന്റെ ഒരു പ്രത്യേകതയാണത്. തൻ്റെ ഭാര്യ ഗർഭിണിയായാൽ ഒരു വലിയ കുഴിമാടം ഉണ്ടാക്കി വെക്കും. പ്രസവിക്കപ്പെട്ടത് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഴി മണ്ണിട്ട് മൂടും, അല്ല പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടും. ആ കാലത്ത് തിരുത്തുന്നത് 3 പെൺമക്കളെ ഒരാൾ വേണ്ടതുപോലെ വളർത്തിയാൽ അവന് സ്വർഗം. നബിയെ 2 പേരോ? യെസ്, 2 പേരും. ഒന്നാണെങ്കിലോ? കിട്ടും. അങ്ങനെ ചോദിക്കുമാർ അനുയായികളെ വളർത്തിയെടുത്തു. എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗം കിട്ടണം എന്ന വിചാരത്തിലേക്ക് അനുയായികൾ വാർത്തെടുത്തു. പരിധിയില്ലാത്ത കരുണയാണ് ഇസ്ലാമിൻ്റെ സ്നേഹം. അത് മുസ്ലിമിന് അല്ലെങ്കിൽ മനുഷ്യന് എന്നൊന്നുമില്ല. തൻ്റെ കുടുംബമാവണം, സുഹൃത്താവണം എന്നുമില്ല. തൻ്റെ മതത്തിൽപ്പെട്ടവനാവണം എന്ന് ഇല്ല.
പൊതുവിൽ മനുഷ്യർ സ്വന്തക്കാരോട്, ഭാര്യയോട്, മക്കളോട് കരുണ കാണിക്കും. അതിലപ്പുറത്താണ് ഇസ്ലാമിൻ്റെ സ്നേഹമസൃണമായ പെരുമാറ്റ രീതി പഠിപ്പിക്കുന്നത്. മുത്തുനബി പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൻ തുഅ്മിനു, നിങ്ങൾ ആരും യഥാർത്ഥ വിശ്വാസിയാവില്ല, ഹത്താ തറാഹമുഹു, നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നവർ. അപ്പൊ അനുചരരുടെ ചോദ്യം, നമ്മൾ പരസ്പരം കരുണ കാണിക്കുന്നവരല്ലേ നബിയെ? യെസ്, നിങ്ങൾ കരുണ കാണിക്കുന്നുണ്ടാവും. ബട്ട് ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സ്വാഹിബഹു, തൻ്റെ കൂട്ടുകാരോട്, ബന്ധക്കാരോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച. മറിച്ച് വലാകിന്നഹ റഹ്മത്തുൻ നാസ് വറഹ്മത്തുൽ ആമ്മ, സർവരോടും, ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോടും, അത് മതമുള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ, റാഷണാലിസ്റ്റ് ആവട്ടെ ഡൊറാസ്റ്റിക് ആവട്ടെ, മനുഷ്യനാവട്ടെ മനുഷ്യേതര ജീവിയാവട്ടെ, സർവരോടും കരുണ കാണിക്കുമ്പോഴാണ് നിന്റെ ഈമാനാവുന്നത്. ഇമാം തൊബ്രാനിയുടെ ഹദീസ്. വധിക്കാൻ വന്നവർക്കും കരുണയുടെ സമ്മാനം തിരിച്ചു നൽകി മാപ്പ് നൽകിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മാതൃകയായത്. മനുഷ്യേതര ജീവികളോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച മതം, പ്രത്യയശാസ്ത്രം നമുക്ക് വേറെന്തുണ്ട് കാണിക്കാൻ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി വലാ ത്വാഇറു യതീറു ബിജനാഹിഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. നിങ്ങളുടെ മുകളിലൂടെ പറക്കുന്ന പക്ഷികളും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ജീവികളും നിങ്ങളെപ്പോലുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ കാണണം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. ഫീ കുല്ലി ദാത്തി കബ്ദിൻ റത്ബുൻ അജ്ർ, ഏത് ജീവിക്ക് വെള്ളം കൊടുത്താലും ഭക്ഷണം കൊടുത്താലും പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന സന്ദർഭത്തെ നമ്മൾ വായിക്കണം. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പുരുഷൻ, ഒരാൾ, അയാൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കലുഷമായ ദാഹം അനുഭവപ്പെട്ടു. കിണറിൽ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് അയാളുള്ളത്. ആ വെള്ളം അന്വേഷിക്കുന്നതിനിടയിലാണ് എൻ്റെ അതേ ദാഹം അനുഭവിക്കുന്ന തൻ്റെ സഹജീവിയെ, നായയെ അയാൾ ശ്രദ്ധിച്ചു. ആ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന ആശയം പറഞ്ഞപ്പോഴാണ് സ്വഹാബത്തിൻ്റെ ചോദ്യം, അങ്ങനെ ജീവികൾക്കൊക്കെ വെള്ളവും ഭക്ഷണവും കൊടുത്താൽ പ്രതിഫലമുണ്ടോ? യെസ്, ഉണ്ടല്ലോ സ്വഹാബത്തെ. പച്ചപ്പുള്ള ജീവന്റെ തുടിപ്പുള്ള ഏത് ജീവിക്ക് വെള്ളം കൊടുത്താലും ഭക്ഷണം കൊടുത്താലും പ്രതിഫലമുണ്ട്. അത് മുസ്ലിമിന് എന്നല്ല, അത് അമുസ്ലിമിന് എന്നല്ല, മതമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. നീ നട്ടുപിടിപ്പിച്ച മരത്തിൽ നിന്ന്, ചെടിയിൽ നിന്ന് ആരെല്ലാം ഫലം അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ നിനക്ക് സ്വതക്കയുടെ പ്രതിഫലമാണ്. അത് ഒരാൾ മോഷ്ടിച്ചാലും നിനക്ക് കൂലിയാണ്. അവിടെ ഹദീസിൽ കാണാം, ഇല്ലാ കാന ലഹു സ്വദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നിനക്ക് സ്വതക്കയുടെ പ്രതിഫലമായി അത് എഴുതപ്പെടും. ഫതുഹുൽ ബാരി വിശദീകരിക്കുകയാണ്, ഒരു പക്ഷെ നീ ആ മരം വേറൊരാൾക്ക് വിറ്റിട്ടുണ്ടാവും, നിന്റെ പക്കലിൽ നിന്ന് വേറൊരാൾ അപഹരിച്ചിട്ടുണ്ടാവും, ആ ഭൂമി തന്നെ കച്ചവടമായിട്ടുണ്ടാവും. നട്ടുപിടിപ്പിച്ചയാൾ എന്ന നിലക്ക് നിനക്ക് പ്രതിഫലം എന്നെന്നും ഉണ്ട് മോനെ, എന്നെന്നും ഉണ്ട്. മരത്തൈ പിടിപ്പിക്കലിനും പച്ചപ്പ് നിലനിർത്തലിനും ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനം നിങ്ങളൊന്ന് വായിക്കൂ. ജീവികളോട് നന്മ കാണിച്ചാൽ പ്രതിഫലം ഉണ്ട് എന്ന് പറയുന്ന ഇസ്ലാം, അതേ ജീവികളോട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൃപയില്ലാത്ത പെരുമാറ്റമാണ് നിന്നിൽ നിന്ന് ഉണ്ടായതെങ്കിൽ അത് മതിയാകും പരലോകത്തെ പരാജയത്തിന് എന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. പൂച്ചയെ കിട്ടിയിട്ട പെണ്ണ് ശിക്ഷിക്കപ്പെടുന്ന കഥ പറയുന്നത് ഒരു കഥ പറയാനല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ദർശനമാവാനാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊട്ടകത്തെ ശ്രദ്ധിച്ചു. മെലിഞ്ഞൊട്ടിയിട്ടുണ്ട് ആ ഒട്ടകം. ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചിട്ട് പറയാണ്, ഈ ജീവിയുടെ വിഷയത്തിലും തഖ്വ ഉണ്ടാവണം. നിസ്കാരം നോമ്പ് മാത്രമല്ല മനുഷ്യന്റെ
മുസ്ലിമിന്റെ ബാധ്യത. സഹജീവിയോടും കടപ്പാടുണ്ട്. വയനാട്ടിൽ കുടുങ്ങിയ പശുക്കളെ സംരക്ഷിച്ച വിശ്വാസിക്ക് പ്രചോദനമായ ഹദീസുകളാണ് വായിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ജീവിയോട് കൃപ കാണിക്കണം, ഈ ജീവിക്ക് സ്നേഹം നൽകണം. ഇതിന് കഴിയാവുന്നതിലും അപ്പുറത്തുള്ള ഭാണ്ഡങ്ങൾ ചുമടായി നൽകരുത്, നല്ലത് ഭക്ഷണമായി കൊടുക്കണം. നിങ്ങൾ നോക്കൂ ജീവികളോട്. ഇനി കർമ്മശാസ്ത്രത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അയാൾ ഒരു ജീവിയെ അന്യായമായി അടിച്ചു, അല്ലെങ്കിൽ വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അതിനെ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുത്തി, അത് ഹറാമാണ്, നിഷിദ്ധമാണ്, പരലോകത്ത് ശിക്ഷ അനുഭവിക്കാനുള്ള കടുത്ത തെറ്റാണ് എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാജിറിൽ എഴുതി വെക്കുന്നുണ്ട്. ഒരു ജീവിയെയും പ്രയാസപ്പെടുത്തരുത്, ഒരു ജീവിയെയും. സംസാരം അവസാനത്തിലേക്ക്. അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹു ഷാഫി ഫിഖഹിലെ വളരെ പ്രധാന പണ്ഡിതനാണ്, അനവധി ഗ്രന്ഥങ്ങളുടെ ഉടമസ്ഥനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. അനുയായികളോടൊപ്പം മഹാനവറുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഒരു നായ, തൻ്റെ ശിഷ്യനായ ഒരാൾ ആ നായയെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അബൂ ഇസ്ഹാഖ് ഷിറാസി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യന് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഇസ്ലാം പകർന്നു കൊടുക്കുന്നത്? ആ നായയെ ആട്ടി ഓടിക്കരുത്, ഈ വഴി ആ നായക്കും എനിക്കും ഉള്ളതാണ്. ആ നായ ആ വഴിയിലൂടെ നടന്നു പോട്ടെ, അതിന് അവകാശപ്പെട്ട വഴിയിലൂടെ. എൻ്റെ അവകാശപ്പെട്ട ഭാഗം ഇപ്പുറത്തുണ്ടല്ലോ, 50-50, ഞാൻ അതിലൂടെ പോകും. കണ്ടോ, ഇതാണ് ഇസ്ലാം. ഇങ്ങനെ പഠിക്കുന്ന ഇസ്ലാം, ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ ഭീകരവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ ആളാവും? നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത വല്ല അബദ്ധങ്ങളും ചെയ്തു പോയാൽ, ഉദാഹരണത്തിന് വിശുദ്ധ റമദാൻ നോമ്പ് അനുഷ്ഠിക്കുന്ന കാലത്ത് അയാൾ നോമ്പിന് നിരക്കാത്ത രീതിയിൽ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഹജ്ജ് വേളയിൽ അങ്ങനെ സംഭവിച്ചു. ആ രണ്ട് ആരാധനയോടുള്ള പ്രതിബദ്ധത പുലർത്താത്ത രീതിയിലാണ് അയാളിൽ നിന്ന് ഈ രണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ഇസ്ലാമിൽ അത് തെറ്റാണ്. ആ സമയത്ത് അത് പാടില്ലായിരുന്നു. അതേ മതം തന്നെ അതിന് പ്രായശ്ചിത്തമായി പറയുന്നത് 60 പേർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്താൽ ഓക്കെ, പുറത്തുതരാം ഇസ്ലാം. ഒരടിമയെ മോചിപ്പിച്ചാൽ പുറത്തു തരാം ഇസ്ലാം. നിങ്ങൾ നോക്കൂ, കണ്ണ് കാണാത്ത സ്വഹാബിയോട് ബാങ്ക് കേൾക്കാറുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ വീട് അടുത്താണെങ്കിൽ പള്ളിയിൽ തന്നെ വരണം എന്ന് പറയുന്നുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ. ഈ ജമാഅത്തിന്റെ മര്യാദകൾ വിശദീകരിക്കുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് അവിടെ പറയാണ്, രോഗിയായ തൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബത്തിൻ്റെ അടുത്ത് പോയി രോഗസന്ദർശനം നടത്തുന്നതിനിടയിലാണ് അയാൾ പറയണത്, നിങ്ങൾ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാവോ? നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കെന്തോ രോഗം കുറവുള്ളതുപോലെ, ആശ്വാസമുള്ള പോലെ തോന്നുന്നു, എങ്കിൽ അവിടെ നിൽക്കൂ. അങ്ങനെയാണെങ്കിൽ ഉമ്മാമ്മയുടെ, ഉപ്പാപ്പയുടെ, സുഹൃത്തിൻ്റെ, കൂട്ടുകാരൻ്റെ, ക്ലാസ്മേറ്റിൻ്റെ രോഗം കാണാൻ പോയ ആൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ സുബഹിൻ്റെ, ളുഹറിൻ്റെ, അസറിൻ്റെ ജമാഅത്ത് മിസ്സാകുമെങ്കിലോ? നോ പ്രോബ്ലം. ആ രോഗിക്ക് നീ കൂടെ നിന്നുകൊണ്ട് ആശ്വാസമാവുമെങ്കിൽ നീ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ ഇസ്ലാമിൽ പുണ്യം നീ അവിടെ നിൽക്കലാണ്. കണ്ണ് കാണാത്തയാളോട് ജമാഅത്തിന് വരണം
എന്ന് പറഞ്ഞ മതം രോഗിയുടെ അടുത്ത് പരിചരിക്കുകയാണെങ്കിൽ നീ അവിടെ നിന്നോളി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ പഠിക്കാത്തവരാണ്, ഇസ്ലാമിനെ അറിയാത്തവരാണ്, ഇസ്ലാം തീവ്രവാദമാണ് എന്ന് വിചാരിക്കുന്നത്. വാഹൃദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.